വേൾഡ് ഓഫ് കോഫിയുടെ കോപ്പൻഹേഗൻ എഡിഷനിൽ വയനാടൻ റോബസ്റ്റ കോഫിക്ക് മികച്ച സ്വീകരണം. കോൺഫറൻസിൽ പ്രദർശന സ്റ്റാളും കപ്പ് ടേസ്റ്റിംഗ് പ്രദർശനവും ഒരുക്കിയത് കേരള കോഫി ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ്. ജൂൺ 27 മുതൽ 29 വരെയായിരുന്നു ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ കോപ്പൻഹേഗനിൽ കോൺഫറൻസ് നടന്നത്. ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രൊജക്ട് മേധാവി ജി ബാലഗോപാലന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ നിന്നുള്ള കോഫി കർഷകരായ PC വിജയൻ, സുഷേന ദേവി, ജീവ ആനന്ദൻ എന്നിവർ സർക്കാർ സ്പോൺസർഷിപ്പിലാണ് പങ്കെടുത്തത്. നമ്മുടെ വയനാടൻ കോഫി ലോക വിപണിയിലേക്ക് ഉള്ള ഒരു ശ്രദ്ധയാണ് നമ്മൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത്. 130ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് കോപ്പൻഹേഗനിൽ എത്തിയിട്ടുള്ളത്. അവരൊക്കെ നമ്മുടെ റോബസ്റ്റ കോഫിയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായങ്ങളാണ് അവർ ടേസ്റ്റ് ചെയ്തപ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബറിൽ ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് കോഫി കോൺഫറൻസിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ വയനാടൻ കോഫിയുടെ പ്രത്യേക സ്റ്റാൾ സജ്ജമാക്കിയിരുന്നു. ഇതിൽ നിന്ന് ലഭിച്ച പ്രതികരണമാണ് വയനാടൻ കോഫിയുടെ അന്താരാഷ്ട്ര സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാൻ സർക്കാരിനെയും കേരള കോഫി ലിമിറ്റഡിനെയും പ്രേരിപ്പിച്ചത്. വയനാടൻ കോഫിയുടെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിനും വയനാടൻ റോബസ്റ്റ കോഫി പ്രത്യേകം വാണിജ്യനാമത്തിൽ വിറ്റഴിക്കുന്നതിനും വേണ്ടി കർഷക പങ്കാളിത്തത്തോടെ സമഗ്ര പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു. റോബസ്റ്റ കാപ്പി നമ്മൾ ഈ ചോലയിൽ ഉണ്ടാകുന്ന കാപ്പി ആയതുകൊണ്ട് നമ്മളെ കാപ്പീൻ്റെ പരിപ്പിന് കുറച്ച് വലിപ്പമുണ്ട്. അവിടുത്തെ കാപ്പി പരിപ്പിന് ചെറിയ ഇതാണുള്ളത്. നമ്മൾ നല്ല കുറച്ച് വലിപ്പമുള്ള കാപ്പിയാണ്. പിന്നെ ടേസ്റ്റിലും നല്ലൊരു ടേസ്റ്റ് ആണ് ഉള്ളത്. നമ്മളത് വറുത്തെടുക്കുന്ന രീതിയിൽ ആണ് ടേസ്റ്റ്. കേരള കോഫി ലിമിറ്റഡ്, ക്ലൈമറ്റ് സ്മാർട്ട് കോഫി പ്രോജക്ട്, കിൻഫ്ര, വയനാട് കോഫി ഗ്രോവേഴ്സ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ലോക കോഫി മേളയിൽ പ്രദർശന സ്റ്റാൾ ഒരുക്കിയത്.